ഇറാൻ US ഇസ്രായേൽ ആക്രമണം പുരോഗമിക്കുന്നത്. വാദിക്കാൻ 3 രാജ്യങ്ങൾക്കും അവരവരുടെ ന്യായങ്ങളുണ്ടെങ്കിലും ആക്രമണങ്ങളുടെ ആത്യന്തികമായ നഷ്ടം സാധാരണ മനുഷ്യർക്കാണ്. പദ്ധതിയിട്ട എല്ലാ കാര്യങ്ങളും നടപ്പാക്കിയതിനു ശേഷം മാത്രം വെടിനിർത്തൽ എന്ന നിലപാടിലാണ് അമേരിക്ക. ലഭിച്ചിരിക്കുന്ന സുവർണ അവസരത്തിൽ പരമാവധി ആക്രമണം എന്ന നിലയിലാണ് ഇസ്രായേലിൻ്റെ പോക്ക്. ഭരണകൂട അട്ടിമറിക്കപ്പുറം ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണത്തിന് തടയിടുന്നതുവരെ നീളുമെന്ന് പ്രഖ്യാപിക്കപ്പെട്ട ആക്രമണത്തിന് അതേ നാണയത്തിൽ തിരിച്ചടിയെന്നാണ് ഇറാന്റെ നിലപാട്. പരിധികളില്ലാത്ത പ്രതിരോധം ഏതറ്റം വരെയും പോകുമെന്നും ഇറാൻ പ്രതികരിക്കുന്നു. ലോകം ആഗ്രഹിക്കുന്ന സമാധാനത്തിന് ഇനി എത്ര നാൾ ദൂരം എന്നാണ് ന്യൂസ് ആംഗിൾ പരിശോധിക്കുന്നത്. ആക്രമിക്കാൻ കാരണങ്ങൾ നിരവധിയാണെങ്കിലും സമാധാനം പുലരാൻ ഇനി എത്ര കാലമെടുക്കും എന്നാണ്. ലിജോ വർഗീസാണ് ചേരുന്നത്. ലിജോ, എന്താണ് ഈ വിഷയത്തിലുള്ള വിലയിരുത്തൽ? ഹർഷൻ, ഏത് യുദ്ധമായാലും അത് പ്രത്യേകിച്ച് നമ്മൾ മലയാളികളെ സംബന്ധിച്ച് എപ്പോഴും അത് വലിയ ആശങ്ക ഉണ്ടാക്കാറുണ്ട്. മറ്റ് രാജ്യങ്ങളിലാണ് യുദ്ധം നടക്കുന്നതെങ്കിൽ, അതിർത്തി എന്നതിനപ്പുറത്തേക്ക് മറ്റ് രാജ്യങ്ങളിൽ യുദ്ധം നടക്കുമ്പോഴും നമുക്ക് വലിയ ആശങ്ക ഉണ്ടാകാറുണ്ട്. അത് ലോകത്തെല്ലായിടത്തും മനുഷ്യരുടെ അവസ്ഥ അത് തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ഇറാനിൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ യുദ്ധം അത് 2 ദിവസം കൊണ്ട് അവസാനിപ്പിക്കുന്ന തരത്തിൽ, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സംസാരിക്കുമ്പോൾ അത് 2 ദിവസം കൊണ്ട് ട്രംപ് വളരെ വേഗത്തിൽ ഈ യുദ്ധം അവസാനിപ്പിക്കുകയും ഖമനേയി എന്ന ഇറാന്റെ പരമോന്നത നേതാവിനെ വധിക്കുന്നതോടുകൂടി ഇത് അവസാനിക്കും എന്ന നിലയിലായിരുന്നെങ്കിൽ കാര്യങ്ങൾ മാറിയിരിക്കുന്നു. ഇപ്പോൾ അമേരിക്ക തന്നെ പറയുന്നത് ഏതാണ്ട് 2 ആഴ്ച നീണ്ടു നിൽക്കും ഈ യുദ്ധം എന്നുള്ളതാണ്. അത്രത്തോളം ഒരു യുദ്ധം നീണ്ടു നിൽക്കുകയാണ്. ഏതൊക്കെ തരത്തിലായിരിക്കും അതിന് നാശനഷ്ടങ്ങൾ ഉണ്ടാവുക, എത്രത്തോളം മനുഷ്യരെ അത് ബാധിക്കും എന്നത് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ്. ഇസ്രായേലും അതോടൊപ്പം തന്നെ അമേരിക്കയും ചേർന്ന് ഇറാനെ ആക്രമിക്കുമ്പോൾ അത് യഥാർത്ഥത്തിൽ പശ്ചിമേഷ്യ മുഴുവൻ, അതായത് ഗൾഫ് രാജ്യങ്ങളെ അടക്കം പൂർണ്ണമായും വിഴുങ്ങുന്ന തരത്തിലേക്ക്, ആ യുദ്ധത്തിന്റെ ആഘാതം ഏൽക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ എല്ലായിടത്തും അത് വലിയ തോതിലുള്ള നാശനഷ്ടം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. ഇറാനെ സംബന്ധിച്ച് ഇനി ഒന്നും നോക്കാനില്ല എന്ന നിലപാടിലാണ് അവരുടെ ആക്രമണം നടക്കുന്നത്. എല്ലാ രാജ്യങ്ങളിലുള്ള അമേരിക്കയുടെ മിലിറ്ററി ബേസിലേക്കാണ് ആക്രമണം നടക്കുന്നതെങ്കിലും സാധാരണക്കാരായ ആളുകളും കൊല്ലപ്പെടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു. അത് ഗൾഫ് രാജ്യങ്ങളിലുള്ള മറ്റ് രാജ്യങ്ങളിലുള്ള ആളുകൾ, ഗൾഫ് രാജ്യങ്ങളിൽ ജോലിക്ക് പോയ പാകിസ്ഥാനിലെയും ബംഗ്ലാദേശിലെയും ഒക്കെ ആളുകളാണ് കൊല്ലപ്പെടുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്ക ഇക്കാര്യത്തിലുണ്ട്. കാരണം ഗൾഫ് മേഖല പൂർണ്ണമായും അത്രത്തോളം ആളുകൾ കേരളം പോലെ തന്നെ തിങ്ങിപ്പാർക്കുന്ന ആളുകൾ, മലയാളികൾ അവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ സുരക്ഷ സംബന്ധിച്ച് വലിയ ആശങ്ക നമുക്കുണ്ട്. ഇറാനിൽ തന്നെ ഏതാണ്ട് 10,000-ഓളം ഇന്ത്യക്കാരുണ്ടായിരുന്നു. അതിൽ ഇനിയും 3,000-ഓളം ആളുകൾ, അതും കശ്മീരിൽ നിന്ന് അടക്കമുള്ള വിദ്യാർത്ഥികളായ ആളുകൾ ഇറാനിൽ ഉണ്ട്. ഇന്ത്യയിലെ ആളുകളാണ്. അവർ എങ്ങനെ പുറത്തേക്ക് കടക്കുമെന്ന് സംബന്ധിച്ച് വലിയ ആശങ്കയുണ്ട്. അതോടൊപ്പം തന്നെ ഗൾഫ് മേഖലയെ സംബന്ധിച്ച് ഓരോ സ്ഥലത്ത് ആക്രമണം നടക്കുമ്പോൾ ആശങ്കയോടെ കഴിയേണ്ട സാഹചര്യം അവിടെയുള്ള ആളുകളും അവരുടെ ഉറ്റ ബന്ധുക്കളായുള്ള ആളുകൾ എല്ലാവരും, കേരളത്തിലുള്ള ആളുകൾ അങ്ങനെയും നിൽക്കുകയാണ്. അങ്ങനെ യുദ്ധം എന്നത് കേവലം നമുക്ക് ഒരു വാർത്ത എന്നതിനപ്പുറത്തേക്ക് നമ്മുടെ വീടുകളിലേക്ക് വരെ എത്തുന്ന തരത്തിലേക്ക്, തീർച്ചയായും അത് നേരിട്ട് വീടുകളിലേക്ക് എത്തുന്ന വാർത്തയിലേക്ക്